മുടിയിഴകൾ കാറ്റിൽ പാറി പറക്കുന്നു. കൈകൊണ്ടവയെ മാടി ഒതുക്കി. പുറത്ത് ചെറുതായി മഴ കോരി ചൊരിയുന്നുണ്ട്. നീ ഈ അസമയത്ത് എന്താ ഇവിടെ? എന്താടി, ഉറക്കമില്ലേ? ഉറക്കം വന്നില്ല ഡെന്നി. വീണ്ടും ആ കനത്ത ഇരുട്ടിലേക്ക് തന്നെ നോക്കി നിന്നു. രാവിലെ തേടിപ്പോയ പുള്ളിയെ കിട്ടിയോരണ? ആരെ? എനിക്ക് മനസ്സിലായില്ലടാ. ഓ കഷ്ടം. കൃഷി ഓഫീസറല്ലേ നമ്മുടെ കരി? പ്ലീസ് ഡെന്നി, അങ്ങനെ വിളിക്കല്ലേ. നീ പറഞ്ഞതും ഞാൻ അന്വേഷിച്ചറിഞ്ഞതും വെച്ച് നോക്കുമ്പോൾ ഹരികൃഷ്ണൻ ഒരു പാവാണ്. നല്ല മനസ്സിൻ്റെ ഉടമ. അമ്മ എന്ന ലോകത്ത് മാത്രം ജീവിക്കാൻ ആഗ്രഹിക്കുന്നവൻ. ഓക്കെ, ഹരികൃഷ്ണനെ അസ്ഥിക്ക് പിടിച്ചു എന്ന് തോന്നുന്നു. അവളുടെ വെളുത്ത് ചുവന്ന മുഖത്ത് വേദനയാണ്. നിന്നോടൊന്നും മറയ്ക്കാൻ എനിക്ക് പറ്റില്ല. ഇഷ്ടമാണോ എന്ന് ചോദിച്ചാൽ ആണ്. എനിക്ക് വേണ്ടത് പണത്തെ സ്നേഹിക്കാത്ത, പ്രണയം കൊണ്ട് ചേർത്ത് പിടിക്കുന്ന ഒരു പാതിയാണ്. ഹരി ആ കൂട്ടത്തിൽ പെടും എന്നാണ് വിശ്വാസം. പിന്നെ മനുഷ്യൻ്റെ മനസ്സല്ലേ, എപ്പോൾ വേണേലും മാറാം. എടി പൊട്ടി പെണ്ണെ, നിന്റെ പപ്പയും അമ്മയും പോലെ അല്ല എല്ലാവരും. പണത്തെയും മനുഷ്യനെയും ഒരുപോലെ സ്നേഹിക്കുന്നവരും നമുക്കിടയിലുണ്ട്. ശരിയാണ് ഡെന്നി, അവർക്ക് രണ്ടുപേർക്കും പണം മാത്രം മതി. എന്നെ വേണ്ട. എനിക്ക് വേണ്ടി ചിലവഴിക്കാൻ സമയമില്ല. എന്തൊക്കെയോ മനസ്സിലേക്ക് കടന്നു വന്നതും പരിഹാസ ചിരിയോടെ അവൾ ബാൽക്കണി റെയിലിങ്ങിൽ അള്ളിപ്പിടിച്ചു. അരു, എല്ലാം മറന്ന ഇടത്തു നിന്ന് വീണ്ടും തുടങ്ങുവാണോ നീ? അരുണ മറന്നാൽ മറന്നതാ. ഞാൻ അതല്ല ആലോചിച്ചത്. പിന്നെന്താ, അയാളുടെ മറ്റെന്തെങ്കിലും ഡീറ്റെയിൽസ് കിട്ടിയോ? ഡെന്നി, മുംബൈയിൽ ഞാൻ തേടി അലഞ്ഞ ആൾ ഇവിടെ നിന്റെ കുടുംബത്തിലെ ആണല്ലോ. സ്വന്തവും ബന്ധവും കടപ്പാടും ഒന്നും നോക്കണ്ട. കൂട്ടണ അരുണ, അവനാവും വല്യപ്പച്ചനെ. അത് വിട് ഡെന്നി. നീ ഈ സമയത്ത് എവിടെ പോകാൻ ഇറങ്ങിയതാ? ഓ, പുറത്ത് നല്ല മഴയല്ലേ, ഉറക്കം അങ്ങ് പോയി. ആ കൊച്ച് ഉറങ്ങിക്കാണില്ലേടാ. എന്തിനാ പാവത്തിനെ ശല്യം ചെയ്യുന്നത്? ഞാൻ ശല്യമാണെന്ന് ആനി നിന്നോട് പറഞ്ഞോ? അവൾക്ക് നിന്നെ ഒരുപാടിഷ്ടം. ഡെന്നിച്ചൻ എന്ന വെളിയിൽ തന്നെ ആ കുട്ടിയുടെ പ്രണയമുണ്ട്. ചെല്ല്, ഉറക്കം കളയണ്ട. ഞാൻ പോവാം. നേരം പുലരാൻ ഇനി അധിക സമയമില്ല. കണ്ണുകൾ പകുതി തുറക്കുമ്പോൾ അവൻ്റെ രൂപം തെളിഞ്ഞു വന്നു. ഷോ കർത്താവേ, എല്ലായിടത്തും ഇച്ചായനെ മാത്രമേ കാണുന്നുള്ളൂ. കട്ടി മീശയ്ക്കിടയിലെ ചുണ്ടിൽ ആരെയും മോഹിപ്പിക്കുന്ന വശ്യതയാണ്. ഓ, പെമ്പിള്ളേരെ വളയ്ക്കാനായി മുടി നീട്ടി വളർത്തി ഇറങ്ങിക്കുക ജിമ്മൻ. നിന്ന് ഇളിക്കുന്ന കണ്ടില്ലേ? ഈ കുറുമ്പി ഇതെന്തൊക്കെയാ പറയുന്നത്? ഇനി സ്വപ്നമാണെന്ന് കരുതി കാണുമോ? ആനി, 5 മണിയായി. എന്തുറക്കാ പെണ്ണെ? എത്ര നേരമായി ഞാൻ നിന്നെ നോക്കിയിരിക്കുന്നു. ചെവിക്കരികിൽ ചുണ്ട് ചേർത്ത് പറഞ്ഞതും നിഷ പിടച്ചുപോയി. അയ്യോ, സ്വപ്നമല്ലേ? ചാടി എഴുന്നേറ്റു. ഇച്ചാനെന്താ ഇവിടെ? എൻ്റെ പെണ്ണിൻ്റെ റൂമിൽ കയറാൻ മറ്റാരുടെയെങ്കിലും അനുവാദം വേണോ? ഇന്നലെ ഡോറ് ലോക്ക് ഇടാതെയാണോ കിടന്നത്? അവളിൽ ഒരു കള്ളച്ചിരിയുണ്ട്. ആ, അത് മറന്നതാ. അല്ല, ഇന്നലെ എൻ്റെ കൊച്ച് ഇച്ചാനെ പ്രതീക്ഷിച്ചു, സത്യമല്ലേ? ഇല്ലല്ലോ, പിന്നീട് അടയ്ക്കാം എന്ന് കരുതി ബുക്ക് വായിച്ചിരുന്നു. എപ്പോഴും മയങ്ങിപ്പോയി. അവൻ അവളുടെ മടിയിലേക്ക് തല വെച്ച് കിടന്നു. അയ്യോ ഇച്ചായ, വല്യമ്മച്ചിയോ ആൻറ്റിയോ കയറി വരും. ആരും വരില്ല ആനി. നിന്നെ കാണാതെ ഉറങ്ങാൻ പോലും പറ്റുന്നില്ല. പിന്നെന്താ വരാഞ്ഞേ? ഡെന്നി ഉറക്കെ ചിരിച്ചതും നിഷ നാവ് കടിച്ചു. കുറുമ്പി, നീ കള്ളം പറയുന്നത് എന്നോടാണെന്ന് ചില സമയങ്ങളിൽ മറന്നു പോകുന്നു. എഴുന്നേറ്റ് മാറിച്ചായ, കുറച്ചു നേരം കിടന്നോട്ടെ പൊന്ന. ഇവിടുത്തെ കാര്യങ്ങൾ എത്രയും പെട്ടെന്ന് ഒതുക്കിയിട്ട് വേണം മിന്നിക്കെട്ടിന് ഡേറ്റ് എടുക്കാൻ. അത് കഴിഞ്ഞ് ഒളിച്ചും പാത്തും വരണ്ടല്ലോ. ഇപ്പൊ ആരാ കള്ളൻ? ഈ ഇച്ചായൻ ആള് ശരിയല്ല കേട്ടോ. ആനിക്കൊച്ചേ, എനിക്കൊന്നും വേണ്ട. നീ ഇങ്ങനെ അടുത്തിരുന്നാൽ മാത്രം മതി. ആണോ? എന്നാ എന്നും ഇങ്ങനെ ഇരിക്കാം. ഹെടി കള്ളിപ്പാറു. മിന്നിക്കെട്ട് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ചെറിയ ഭ്രാന്ത് ഇടയ്ക്കിടെ വരും. അത് കണ്ട് പേടിച്ച് ഓടാതിരുന്നാൽ മതി. അയ്യേ, എൻ്റെ ഭ്രാന്ത് ആനിക്കുട്ടിക്ക് ഇഷ്ടമല്ലേ? ദേ ഇച്ചായ, മിണ്ടാതെ കിടന്നുറങ്ങിക്കോ. ഇങ്ങനെ ഉറക്കെ സംസാരിച്ചാൽ പുറത്ത് ആരേലും കേൾക്കും. എന്നാ സംസാരിക്കുന്നില്ല, ഒരു ഉമ്മ തന്നോട്ടെ. നിഷയുടെ കണ്ണുകൾ മെഴിഞ്ഞു വന്നു. അവൻ്റെ തലമുടിയിൽ പിടിച്ച് പിന്നിലേക്ക് വലിച്ചു. ഡെന്നിയുടെ വിരൽ ടോപ്പിന് മേലെ കൂടി കുഞ്ഞ് അണിവയറ്റിനെ തഴുകി. ഇച്ച, വേണ്ടാട്ടോ. എൻ്റെ കുഞ്ഞ് പേടിച്ചോ? അതെന്താ ആനി, പേടി പോയോ? എൻ്റെ ഇച്ച പാവാണ്. ആനിയെ വിഷമിപ്പിക്കില്ല എന്നറിയാം. തലമുടിയിൽ നിന്നും അവൾ കൈ മാറ്റി. പ്ലീസ് ആനി, കൈ അവിടെ തന്നെ വയ്ക്ക്. തലയൊന്ന് മസാജ് ചെയ്താ. അവനിൽ പ്രായത്തെ മറന്നുള്ള കൊഞ്ചലാണ്. ഇച്ചായൻ കുഞ്ഞു വാവയാണോ? ആഗ്രഹമുണ്ട്, സമയമായിട്ടില്ല. അവൻ്റെ നോട്ടം വല്ലാത്ത മോഹത്തോടെ അവളിൽ എവിടേക്കോ പതിക്കുന്നുണ്ട്. എന്താ?
മനസ്സിലായില്ലല്ലോ. കർത്താവേ, ഇതിനെയൊക്കെ കൊണ്ട് കുടുംബം നടത്തുക വലിയ പാടാ. എൻ്റെ വിധി. മന്ദബുദ്ധി നഴ്സേ, കുഞ്ഞുവാവയ്ക്ക് അപ്പനാകുന്ന കാര്യമാ പറഞ്ഞത്. നിഷയുടെ കണ്ണുകൾ കൂർത്തു. ദയിച്ച അടി കിട്ടും, അതിനൊക്കെ കുറച്ച് താമസിക്കും. അതെന്തിനാടി താമസം? എനിക്ക് ജോലി വേണം. പിന്നെ വിരലുകൾ തലമുടി ഇഴകളിലേക്ക് ആഴ്ന്നു. പതിയെ പതിയെ തഴുകി. പറയാനീ, നമുക്ക് ഇങ്ങനെ പ്രണയിച്ച് നടക്കാം, അത് കഴിഞ്ഞു മതി. ഓ അങ്ങനെ, എനിക്ക് സമ്മതം. അല്ലേലും എൻ്റെ പെണ്ണും കുഞ്ഞല്ലേ. തല ചരിച്ച് അണിവയറ്റിൽ മുഖം അമർത്തി വെച്ചു. ഇച്ചാ, ഓ വേണ്ട, ഞാൻ ഉറങ്ങിയടി. ആ കൈയുടെ തലോടൽ അവൻ്റെ കണ്ണുകൾ മാടി അടഞ്ഞു. ഇച്ചായ ഉറങ്ങിയോ? അവൻ്റെ തല പില്ലോയിലേക്ക് വെച്ചു. നെറ്റിയിലും മൂക്കിലും കവിൾത്തടത്തിലും വിരലുകൾ അനുസരണയില്ലാതെ ചലിച്ചു. മീശ പിരിച്ചു വെച്ചു. എൻ്റെ ഇച്ചായൻ സൂപ്പറാ. അവൾ മാറിയിടാനുള്ള ഡ്രസ്സും എടുത്ത് വാഷ്റൂമിലേക്ക് കയറിയതും ഡെന്നി കണ്ണുകൾ തുറന്നു. ദുഷ്ട, ഒരു ഉമ്മ ഞാൻ പ്രതീക്ഷിച്ചു, തന്നില്ല. ആ സാരമില്ല, കാത്തിരിക്കാം. കമിഴ്ന്ന് കിടന്നു. അവളുടെ തലയിണയിലേക്ക് മുഖം പൂഴ്ത്തി. മറിയാമ്മച്ചി, എനിക്കൊരു കോഫി തരുമോ? അരുണ കിച്ചണിലേക്ക് കയറി വന്നു. ഇപ്പം തരാം കുഞ്ഞെ. കണ്ണൊക്കെ വീർത്തിരിക്കുന്നുണ്ടല്ലോ, നല്ല ചുവപ്പും. ഇന്നലെ ഉറങ്ങിയില്ലേ? തലവേദനയായിരുന്നു. പിന്നെ രാത്രി മഴ പെയ്തല്ലോ, അത് കണ്ടു നിന്ന് സമയം പോയത് അറിഞ്ഞില്ല. മോളിത് ചൂട് മാറും മുന്നേ കുടിക്ക്. കപ്പ് കയ്യിലേക്ക് വാങ്ങി ചുണ്ടിലേക്ക് ചേർത്തു. മേരി അമ്മ വന്നില്ലേ? ഇല്ല, കുഞ്ഞ് വരാൻ സമയമാകുന്നതേയുള്ളൂ. ഞാൻ വെളുപ്പിന് 4 മണിക്ക് എഴുന്നേൽക്കും. പണ്ട് മുതലെയുള്ള ശീലമാണ്, മാറ്റാൻ പറ്റുന്നില്ല. അരുണ കിച്ചൺ സ്ലാബിൽ ചാരി നിന്നു. അമ്മച്ചി വീട്ടിൽ പോകാറില്ലേ? അവരുടെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പാൻ തുടങ്ങുന്നു. വേണ്ടാട്ടോ, ഞാനൊന്നും ചോദിച്ചിട്ടേയില്ല. കരയാതെ. വീടും കുടിയും ഒന്നുമില്ല മോളെ. നല്ല പ്രായത്തിൽ കല്യാണം കഴിച്ചില്ല. അപ്പച്ചനും അമ്മച്ചിയും മരിച്ചപ്പോൾ ഒറ്റയ്ക്കായി. വേലയ്ക്ക് ഒരുപാട് വീടുകളിൽ നിന്നു. പക്ഷെ എന്തോ ഒരിടവും എനിക്കിഷ്ടപ്പെട്ടില്ല. അങ്ങനെയാ ഇവിടെ എത്തിപ്പെടുന്നത്. ത്രേസ്യാമ്മച്ചിക്കും ഔസേപ്പ് സാറിനും ഞാൻ ഇവിടുത്തെ അംഗത്തെ പോലെയായി. അന്നും സൂസൻ ആൻറ്റിയുടെ സ്വഭാവം ഇങ്ങനെ ആയിരുന്നോ? അയ്യോ, ഒന്നും പറയാതിരിക്കുന്നതാ കുഞ്ഞെ നല്ലത്. മുട്ടയിൽ നിന്ന് വിരിയും മുന്നേ അഹങ്കാരവും തർക്കുത്തരവും. സക്രിയ വലിയ പ്രശ്നക്കാരനല്ല, പക്ഷേ അവൾ ഇത്തിരി വലുതായതും ചെക്കൻ്റെ സ്വഭാവം മാറി. സാമുവൽ മോൻ പാവ, നല്ല സ്നേഹമുള്ള കുഞ്ഞ്. ഔസേപ്പ് സാറിൻ്റെ തനി പകർപ്പ്. ഡെന്നി മോനും അതുപോലെയാ. അവരുടെ വിശേഷങ്ങൾ ശ്രദ്ധയോടെ കേട്ടു നിൽക്കുമ്പോഴും അരുണയുടെ കണ്ണുകൾ വാതിലിന് പുറത്തേക്ക് നീണ്ടു. ആരും വരുന്നില്ല. ചോദിച്ചാലോ? നിഷാനിയെ ദത്തെടുത്തത് അങ്കിളിന് ഇഷ്ടമായിരുന്നില്ല അല്ലേ? ഇഷ്ടക്കുറവ് ഒന്നുമില്ലായിരുന്നു, പക്ഷേ പെൺകുഞ്ഞ് വേണ്ടാത്രേ. ഔസേപ്പ് സാറിന് നിഷമോളെ ഇവിടെ വേണം എന്ന വാശിയും. ഒരു മാർഗവും ഇല്ലാതെ വന്നപ്പോൾ സക്രിയ സമ്മതം മൂളി. കേൾക്കേണ്ട താമസം. പിറ്റേന്ന് നിഷമോളെ കൂട്ടിക്കൊണ്ടുവന്നു. അതെന്തിനാ? വല്യപ്പച്ചന് നിഷയെ മുന്നേ അറിയാമായിരുന്നോ? എനിക്കറിയില്ല കൊച്ചേ, പക്ഷേ അവൾ എന്നാൽ ഔസേപ്പ് സാറ് മരിക്കും അത്രയ്ക്കും ഇഷ്ടം. വല്യപ്പച്ചൻ മരിക്കുന്നതിന് മുന്നേ ഇവിടെ ആരേലും വന്നിരുന്നോ? എന്തേലും തർക്കമോ മറ്റോ ഉണ്ടായോ? ഇതെന്താ ഇങ്ങനെ ചോദിക്കുന്നേ? പോലീസുകാരെ പോലെ. ഒന്നുമില്ല അമ്മച്ചി, വെറുതെ. എൻ്റെ സ്വഭാവം ഇതാ, മനസ്സിലുള്ളത് തുറന്നു പറയും. അതാർക്കും ഇഷ്ടമല്ല. അവൾ അവരെ ചേർത്ത് പിടിച്ചു. എനിക്ക് കുഞ്ഞിനെ വലിയ ഇഷ്ടം. പെൺകുട്ടികളായാൽ ഇതുപോലെ നല്ല തൻ്റെ ഇടം വേണം. എന്നിട്ടും ഞാൻ ചോദിച്ചതിന് ഉത്തരം തന്നില്ല. അരുണ കവിൾ വീർപ്പിച്ചു. അത് ആരോടും പറയരുത്. ഇല്ലമ്മ, പറഞ്ഞോ. അവളിൽ വെപ്രാളം. എന്താണെന്നറിയാൻ ആകാംക്ഷ. മരിക്കുന്നതിൻ്റെ തലേന്ന് രാത്രി ആരോടോ കയർത്ത് സംസാരിച്ചു. ഇവിടുത്തെ ബിസിനസ് കാര്യങ്ങൾ നോക്കുന്നത് ഐസക്കും സക്രിയയും എഡിനുമാണ്. ഐസക്ക് ഒരു സാധു ചെക്കനാ, ബാക്കി രണ്ടും കള്ളക്കൂട്ടങ്ങളാ. എന്തേലും തിരിമറി നടത്തിക്കാണും. ഔസേപ്പ് സാറ് കൈയോടെ പൊക്കുകയും ചെയ്തിട്ടുണ്ടാകും. അതിൻ്റെ ദേഷ്യത്തിൽ സംശയമാണ്. ഇത് ചെവി അറിയരുത് കേട്ടോ. ദേ, എന്നെ വിശ്വസിക്കാം. കൊന്നാലും പറയില്ല. പോരെ? മതി. രണ്ടുപേരും കൂട്ടായോ? രാവിലെ കുശലം പറച്ചിലാണല്ലോ. ഞങ്ങളെ കൂടി കൂട്ടോ? നീരജയും മേരിക്കുട്ടിയുമാണ്. ഒപ്പം വല്യമ്മച്ചിയുമുണ്ട്. കൂടിക്കോ. ഇനി നിങ്ങൾ ഇഷ്ടം പോലെ സംസാരിച്ചോ. ഞാൻ പോവാ. കർത്താവേ, 6 മണിയായി. ഇച്ചായൻ നല്ല ഉറക്കാ. വാതിൽ തുറന്നാൽ എല്ലാവരും അറിയും. വഴക്ക് പറയില്ല, പക്ഷെ കളിയാക്കും. നിഷ കണ്ണാടിക്ക് മുന്നിൽ നിന്ന് തലയിൽ കെട്ടിയിരുന്ന ടവോലി ഇളക്കി. ആനി. അവൾ തിരിഞ്ഞു നോക്കി.
ഉറക്കപ്പിച്ചിൽ വിളിച്ചതാണോ? കയ്യിലിരുന്ന ടവൽ ബെഡിൻ്റെ സൈഡിലിട്ട് ഡെന്നിക്ക് അടുത്തിരുന്നു. ഈ ഭ്രാന്തനെ സ്നേഹിക്കാൻ തോന്നുവാ. എൻ്റെ പൊന്ന, നിന്റെ പ്രോപ്പർട്ടി തന്നെയാ, ഒരു സംശയവും വേണ്ട, വാ. അവൻ കൈ രണ്ടും വിടർത്തി. കള്ള ചെക്ക, തരാട്ടോ, ഓടിപ്പോയിക്കോ, ഇല്ലേൽ നല്ല അടി കിട്ടും. എനിക്ക് അടി വേണ്ട നേഴ്സേ, സൂചി വെച്ചാൽ മതി. ദേ ഇവിടെ. അവൻ നെഞ്ചിൽ വിരൽ വെച്ചു. സൂചി എടുത്തിട്ട് വരാവേ. അവൾ എഴുന്നേൽക്കാൻ ഒരുങ്ങും മുന്നേ വലം കൈയിൽ പിടിച്ചു വലിച്ചു. നിഷ ഡെന്നിയുടെ മേലേക്ക് മറിഞ്ഞു. ഇച്ച, എന്താ പൊന്ന? അവൻ്റെ കരുത്തുറ്റ കൈകൾ അവളെ ചുറ്റി വരിഞ്ഞു. എന്തേടി? നെറ്റിത്തടത്തിലെ വെള്ളത്തുള്ളിയിൽ ചൂണ്ടു വിരൽ വെച്ചു. ഈ നിഷാനി എൻ്റെ മാത്രമല്ലേ? അല്ലല്ലോ ഇച്ചായ. എന്താ കുറുമ്പി, കളി പറയുവാണോ? ആനി ഡെന്നിച്ചൻ്റേതാണ്. അങ്ങനെ കേൾക്കാനാ എനിക്കിഷ്ടം. ഇച്ചായൻ നിഷാനിന്ന് വിളിക്കണ്ട. കുറുമ്പോടെ അവൻ മീശത്തുമ്പ് കടിച്ചു. അവളുടെ പിൻകഴുത്തിൽ അമർത്തി പിടിച്ചു. അതരത്തിലേക്ക് തന്നെ നോക്കിക്കിടന്നു. അവളൊന്ന് വിറച്ചു. എൻ്റെ ഭ്രാന്ത. പെട്ടെന്ന് അവൻ്റെ കഴുത്തിടുക്കിൽ മുഖം പൂഴ്ത്തി. ഡെന്നി ബെഡിൽ നിന്നും ഉയർന്നു. അവളുടെ അരക്കെട്ടിൽ മുറുകെ പിടിച്ചു. ഡെന്നിച്ച, പ്രണയത്തോടെ അവൾ മന്ത്രിച്ചു. ഇച്ചായനെ ഭ്രാന്തനാക്കല്ലേ കൊച്ചേ. ഓ, ഞാൻ കാണാത്തൊന്നും അല്ലല്ലോ. വട്ട് കയറി നിൽക്കുന്ന ആളിനെ ആദ്യം പേടി ഉണ്ടായിരുന്നു, ഇപ്പം ഇല്ല. ഇത് നീ കണ്ട ഭ്രാന്തല്ല, അതിലും കൂടിയതാ. കാണണോ ഇച്ച? ആനി പാവാണ്, കുഞ്ഞല്ലേ. അവളെ ചേർത്ത് പിടിച്ച് ചരിഞ്ഞു കിടന്നു. നിമിഷങ്ങളോളം അവൻ്റെ നെഞ്ചിൽ പതുങ്ങിക്കൂടി. ആനി എങ്ങനെ കെട്ടിപ്പിടിച്ച് കൊതി തീർന്നോ? ഇച്ചായം പോട്ടെ. അവൾ തല ഉയർത്തി. അവനിൽ വാത്സല്യമല്ലാതെ ഒന്നുമില്ല. ഇങ്ങനെ കിടക്കുമ്പോൾ കുഞ്ഞിലെ വല്യപ്പച്ചൻ എന്നെ നെഞ്ചിൽ കിടത്തി ഉറക്കിയ ഓർമ്മ വന്നു. ഇതുപോലെ ആരും എന്നെ സ്നേഹിച്ചിട്ടില്ല ഇച്ചാ. അമ്മയുടെ സ്നേഹം, അച്ഛൻ്റെ കരുതൽ, വാത്സല്യം, തലോടൽ ഒന്നും കിട്ടിയിട്ടില്ല. വല്യപ്പച്ചൻ എനിക്ക് എല്ലാമായിരുന്നു. അതും ആനിക്ക് കിട്ടാതെ പോയതെല്ലാം തരാനാണല്ലോ കർത്താവ് എന്നെ നിന്റെ അടുത്തേക്ക് വിട്ടത്. അതുകൊണ്ട് കരയാൻ പാടില്ല. എനിക്കിഷ്ടമല്ല. അവൻ്റെ ഷർട്ടിൽ മുഖമിട്ട് ഉരസി കണ്ണുനീർ തുടച്ചു. മതിയോ? സുന്ദരിയുടെ മൂക്ക് ചാമ്പങ്ങ പോലെ ചുവന്നിരിക്കുവാ, കടിക്കട്ടെ? നിഷ മൂളി. തല താഴ്ത്തി നെറ്റിയിൽ അമർത്തി മുത്തി. അവൾ ചുണ്ട് കൂർപ്പിച്ചു. ഇനി ഇല്ലടി, സ്റ്റോക്ക് തീർന്നു. തലമുടിയിൽ വിരൽ ചലിക്കുമ്പോൾ അവളുടെ കണ്ണുകൾ അടഞ്ഞു പോകുന്നു. ആനി, ഇച്ചായം പോവുക. ഇനി ഇവിടെ നിന്നാൽ ശരിയാവില്ല. നിന്നെപ്പോലെ അല്ല ഞാൻ. മനസ്സ് അത് കൈവിട്ടു പോകും. എടാ ഹരി, എഴുന്നേൽക്ക്. എൻ്റെ അമ്മ, ഇന്ന് സെക്കൻഡ് സാറ്റർഡേ ആണ്, ഓഫീസില്ല. അതിന് നിന്നോട് ജോലിക്ക് പോകാൻ ആര് പറഞ്ഞു? ഞാൻ ക്ഷേത്രത്തിൽ പോവാ, നീ ഒപ്പം വരുന്നു. പെട്ടെന്ന് പോയി കുളിച്ച് റെഡിയായി വാ. വല്ലാത്ത കഷ്ടമാണമ്മ. വീതിയുള്ള കസവിൻ്റെ മുണ്ടും ലൈറ്റ് സ്കൈ ബ്ലൂ കളർ ഷർട്ടുമിട്ട് കാറിൻ്റെ കീയും എടുത്തു. ശ്രീകോവിലിന് മുന്നിൽ തൊഴികൈകളോടെ നിന്നു. ഈശ്വര, ഇന്ന് ബ്രോക്കർ കൊണ്ടുവരുന്ന ഫോട്ടോസിൽ ഏതേലും ഒരു കുട്ടിയെ അവന് ഇഷ്ടമാകണം. അർച്ചനയും പ്രസാദവും വാങ്ങി വീട്ടിലേക്ക് തിരിച്ചു. തുണികൾ അലക്കി ടെറസിൽ ഉണക്കാനിടുമ്പോൾ ആരോ പിന്നിൽ നിൽക്കുന്നതായി നിഷയ്ക്ക് തോന്നി. ഇച്ചായനാവും. സിഗരറ്റിൻ്റെ ഗന്ധം മൂക്കിലേക്ക് തുളച്ച് കയറുമ്പോൾ പേടിയോടെ കയ്യിലിരുന്ന ബക്കറ്റിൽ പിടിമുറുക്കി. കർത്താവേ, എഡിൻ എന്താ ഇപ്പോൾ ചെയ്യുക? താഴേക്ക് ഇറങ്ങുമ്പോൾ തടസ്സം പോലെ അവൻ കൈവച്ചു. നീയങ്ങ് മിനുങ്ങിയിട്ടുണ്ടല്ലോ. അവളെ ഒന്നാകെ ഉഴിഞ്ഞെടുക്കുന്ന അവൻ്റെ നോട്ടത്തിൽ ആലില പോലെ വിറച്ചു. നിനക്ക് അന്ന് കിട്ടിയത് പോരെ, ഇനിയും വേണോ? താഴെ ആ സാറുണ്ട്. ഓ, വായിൽ നാവുണ്ടല്ലേ. അവനെ കണ്ടിട്ടാണ് ഈ തുള്ളലെങ്കിൽ അത് വേണ്ട. ഡെന്നീസ് ഇപ്പോൾ ഇവിടെ ഇല്ല, പുറത്തേക്ക് പോയി. എഡിൻ അവളുടെ കയ്യിൽ പിടിച്ചു വലിച്ചു. വിടട എന്നെ വല്യമ്മച്ചി. ഉറക്കെ വിളിച്ചതും നിഷയുടെ വായിൽ കൈവച്ച് പൊത്തി പിടിച്ചു. എത്ര വിളിച്ചാലും ആരും കേൾക്കില്ല. എല്ലാവരും അടുക്കളയില. ഇന്ന് നിന്റെ കാര്യത്തിൽ തീരുമാനമാകും. ഒരു വലിയ ഉരുളൻ കല്ല് അന്തരീക്ഷത്തിൽ ഉയർന്നു വന്ന് എഡിൻ്റെ നെറുകയിൽ പതിച്ചു. നിഷയിൽ മുറുകിയ കൈ അയഞ്ഞു. നെറ്റി പൊട്ടി ചോര വരുന്നു. അവൻ താഴേക്ക് നോക്കി. അയ്യോ സോറി എഡ്വിൻ, നല്ല പഴുത്ത മാങ്ങ എറിഞ്ഞിടാൻ നോക്കിയതാ, ഉന്നം തെറ്റി. താൻ വാ, മരുന്ന് വെച്ച് തരാം, അരുണ ഉറക്കെ പറഞ്ഞു. ഏയ് സാരല്ല, വലിയ മുറിവൊന്നും അല്ല. ഇപ്പോൾ നീ രക്ഷപ്പെട്ടു. വാ എഡിൻ, ഇരിക്ക്. ഷോ, കഷ്ടം തന്നെ, നല്ല വേദന കാണും. അത്ര വേദനയൊന്നും ഇല്ലടോ. അവൾ മുറിവിൽ മരുന്ന് വെച്ച് ഞെക്കി. എഡിൻ്റെ കണ്ണിൽ നിന്നും പൊന്നീച്ച പറന്നു.
എന്നാ പറ്റിയടാ മക്കളെ? മകൻ്റെ നിലവിളി കേട്ട് സൂസൻ കരയുന്നുണ്ട്. അത് ആൻറ്റി ഞാൻ മമ്മ ബാത്റൂമിൽ കയറിയതും കാൽ വഴുക്കി തല ചുവരിൽ തട്ടി. നിഷയിൽ അമ്പരപ്പ്, അരുണയിൽ കുസൃതിച്ചിരിയാണ്. എഡ്വിൻ കണ്ണ് ചിമ്മി അടയ്ക്കുന്നുണ്ട്. നിനക്കെന്താ കണ്ണ് കണ്ടൂടെ? അതങ്ങനെ മേലേക്ക് നോക്കിയല്ലേ നടപ്പ്? എന്തിനാ അമ്മച്ചി എന്തിനും ഏതിനും എൻ്റെ കൊച്ചിനെ കുറ്റപ്പെടുത്തുന്നത്? ബാ മക്കളെ പോയി കിടക്ക്. സൂസൻ അവനെ താങ്ങി പിടിച്ച് നടന്നു. എൻ്റെ ഉന്നം തെറ്റിയില്ല അല്ലേ നിഷ ചേച്ചി? നിഷ അവളെ കരച്ചിലോടെ കെട്ടിപ്പിടിച്ചു. പേടിച്ചോ? ആനി കൊച്ചിനെ അങ്ങനെ വിട്ടുകൊടുക്കാൻ പറ്റുമോ?